കൃഷ്ണ രാധേ 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 ശ്യാം മിലാദേ രാധേ രാധേ ശ്യാം മിലാദേ. എന്താ ഇതിന്റെ അർത്ഥം? ഭഗവാനെ കാണിച്ചു തരാൻ, ഭഗവാനോട് ചേർക്കാൻ നമ്മളെ. രാധാറാണിയോടാണിത് പറയണത്. ആരാ രാധാറാണി? ഭഗവാന്റെ തന്നെ അന്തരംഗ ശക്തിയാണ്. അപ്പൊ ഇവിടെ നമ്മള് ഇന്നത്തെ ദിവസം പ്ലാൻ ചെയ്തത് ബാങ്കെ ബിഹാരി, പിന്നെ ബാങ്കെ ബിഹാരിയുടെ ആ സൈഡില് അഷ്ടസഖി ക്ഷേത്രം ഉണ്ട്, അദ്വൈത വട്ട്, അത് തൊട്ടടുത്ത് തന്നെയായിരുന്നു. പക്ഷെ നമ്മളിന്ന് പോയില്ല, കാരണം അവിടെ ഇവിടെ പിരിഞ്ഞു പോയില്ലേ. സാരമില്ല, നമുക്ക് ഈസി ആയിട്ട് നാളെ അത് കവർ ചെയ്യാം കേട്ടോ. ബാങ്കെ ബിഹാരി എന്ന് പറഞ്ഞില്ലേ, നാട്ടിലെ കേരളത്തിലെ ഗുരുവായൂരപ്പനെ പോലെ അവിടെ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഉണ്ണിക്കണ്ണൻ കീ ജയ്, ബാങ്കെ ബിഹാരി ലാൽ കീ ജയ്, ഗുരുവായൂരപ്പൻ കീ ജയ്. അപ്പൊ എന്താന്ന് വെച്ചാല്, ആരാ ബാങ്കെ ബിഹാരി? നിധിവനം കേട്ടിട്ടുണ്ടോ? നിധിവനത്തില് പണ്ട് ഹരിവംശം എന്ന് പറഞ്ഞിട്ട് ഒരു ആള് തപസ് ചെയ്യുമായിരുന്നു. അവരവിടെ ഇരുന്നിട്ട് എപ്പോഴും ഭഗവാനെ ആരാധിക്കും. അപ്പൊ അവർക്ക് രാധാകൃഷ്ണന്മാര് പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം രാധയും കൃഷ്ണനും ഒന്നായിട്ട് വന്നു. ബാങ്കെ ബിഹാരി ആയിട്ട് വന്നത് രാധയും കൃഷ്ണനും ചേർന്നതാണ്. ആര്? ബാങ്കെ ബിഹാരി ലാൽ കീ ജയ്. പിന്നെ ബാങ്കെ ബിഹാരിക്ക് പ്രശ്നം, നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാലേ ഒരു 10 മിനിറ്റ് കൂടുന്തോറും ആ നട അടയ്ക്കും. ഈ നട എന്ന് പറഞ്ഞാൽ എന്താ? കർട്ടനാണ്. ആ കർട്ടൻ ഇങ്ങനെ ഇടും. എന്താ കാരണം എന്നറിയോ? നമ്മൾ അധികം ചെന്നിട്ട് അവിടുത്തെ ബാങ്കെ ബിഹാരിയെ നോക്കി നിന്ന് ബാങ്കെ ബിഹാരി നമ്മൾ വിളിച്ചാ ബാങ്കെ ബിഹാരിയുടെ ഇറങ്ങിപ്പോരും. അപ്പൊ അവിടുത്തെ കാര്യം പറഞ്ഞ അങ്ങനെ പറഞ്ഞു വിടും. 10 മിനിറ്റിലധികം അങ്ങനെ നിങ്ങൾ നോക്കണ്ട. ആര് വന്നാലും ഇടയ്ക്കിടയ്ക്ക് കർട്ടനിടും. അതെന്തിനാന്ന് വെച്ചാല് കൂടുതൽ സംസാരിച്ച് ഇങ്ങനെ കൈവേഷം കൊടുത്ത് കൊണ്ടുപോവാതിരിക്കാൻ വേണ്ടിട്ടാണ്. കൈവേഷം എന്താ? ഭഗവാന്റെ കൈവേഷം ഭക്തന്റെ ആ കണ്ടു കഴിഞ്ഞാൽ ഭഗവാൻ അപ്പ ഇറങ്ങി ഓടും. അവർക്ക് ബാങ്കെ ബിഹാരി നഷ്ടപ്പെടാൻ ഇഷ്ടമല്ല. പിന്നെ ബാങ്കെ ബിഹാരി എന്ന് പറഞ്ഞോ, ഞാൻ ബാങ്കെ ബിഹാരിക്ക് വന്നപ്പോഴേ എനിക്ക് അങ്ങനെ വലിയ അറിവില്ല. ഒരു വഴി കൂടെ കയറി ഞങ്ങള് കുറെ നേരം ഇങ്ങനെ കെട്ടി, ഒരു കയറ് കെട്ടി നിർത്തിയിരുന്നു. പിന്നെ അങ്ങനെ കയറ് അങ്ങനെ ഓപ്പൺ ആക്കിയോട് കൂടിയിട്ട് കുറെ ആൾക്കാർ തൊഴുതോര് ഇങ്ങോട്ട് വരിക. നല്ല തടിമണ്ടന്മാര്, നിറച്ച ആണുങ്ങള്. ഞങ്ങള് കുറെ സ്ത്രീകളുണ്ട്. നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് അടിക്കാം, അവർ ഇങ്ങോട്ട് ഇരിക്കാം. ഇങ്ങനെ അങ്ങോട്ട് സ്റ്റക്കായി. ഇവിടെ ബാങ്കെ ബിഹാരി പോവാൻ ഭയങ്കര പേടിയായിരുന്നു എനിക്ക്. ഞാൻ ശ്വാസമൊക്കെ മുട്ടി കൃഷ്ണ എന്നൊക്കെ ഗുരുവായൂരപ്പ എന്നൊക്കെ വിളിച്ച് പിന്നെ ഞാൻ പോവേയില്ല. ബാങ്കെ ബിഹാരി എല്ലാവരും പറയണോ ബാങ്കെ ബിഹാരി വലിയ ആളാ. നമ്മുടെ ഗുരുവായൂരപ്പൻ തന്നെയല്ലേ, അവിടെ പോകുമ്പോ കാണോ, അങ്ങനെ പേടിയായിരുന്നു. അങ്ങനെ വന്നപ്പോ ഒരു ദിവസം ഞാൻ ഇടയ്ക്ക് അതിക്കൂടെ കിടക്കുമ്പോ ഒക്കെ ഞാൻ പറയും ഞാൻ വരാം, വരാം. പിന്നെ പറയാം ഞാൻ പിന്നെ വരാട്ടോ. അവിടെ അടുത്ത് ഞാൻ തിരിച്ചു പോകും. എനിക്ക് പേടിയാ. ഒന്നാമത്തെ എനിക്ക് ഭയങ്കര തിരക്കൊക്കെ നമുക്ക് ചിലപ്പോ പേടിയല്ലേ. പിന്നെ അന്നത്തെ അനുഭവം ആലോചിച്ചിട്ട് അപ്പൊ ഒരു ദിവസം എന്താണ്ടാന്ന് വെച്ചാ ഞാനിങ്ങനെ വേറെ എന്തോ കാര്യത്തിന് പോയതാ. എപ്പോഴും എന്റെ മനസ്സിൽ ബാങ്കെ ബിഹാരി അവിടെ പോവാൻ തന്നെ എനിക്ക് പേടിയാ. അതുപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പൊ അവിടെ എത്തിയപ്പോ ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ വരുന്നില്ല, വരണമെന്നുണ്ട് പക്ഷെ വരുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ അങ്ങനെ പോയി. അപ്പൊ വേറെന്തോ സാധനം വാങ്ങിക്കാനാ പോയെ. അതിക്കോട്ടെ 2 വഴി ഒരു സാധനം അന്വേഷിച്ച് ചെന്ന് അവര് വേറെ വഴിക്കൂടെയൊക്കെ പറഞ്ഞു വിട്ടു. അങ്ങനെ പോയി ഒരു പടിയുടെ മുമ്പിൽ വന്നു. അതുങ്ങൾ വാതിൽ തുറന്നപ്പോ നേരെ ബാങ്കെ ബിഹാരി. 50 സൈഡ് വഴിയുണ്ട്, അവിടെ ചെന്ന് പെട്ടു ഞാൻ. ഈസി ആയിട്ട് ബാങ്കെ ബിഹാരി കണ്ടപ്പോ ബാങ്കെ ബിഹാരി ലാൽ കീ ജയ്. അന്നത്തോടെ എന്റെ പേടി മാറി. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ എപ്പോഴും പറയണതും ആ സംഭവമൊക്കെ അവിടെ അറിയുന്നുണ്ട്. എന്റെ പേടി അപ്പൊ പേടിയില്ലാണ്ട് കേട്ടിക്കൊണ്ടുപോയതാണ്, ഒന്നും ചിന്തിപ്പിക്കാണ്ട്. നേരത്തെ ചിന്തിച്ചാൽ നമ്മൾ പേടിക്കും, അയ്യോ എനിക്ക് വയ്യ. അപ്പൊ ഒന്നും ചിന്തിക്കാണ്ട്
ആ സൈഡിലെ തിപ്പത്തെ ഓരോന്ന് ഇവിടെ കയറി. അതിന് ശേഷം എനിക്ക് ബാങ്ക് തന്നെ വന്നത്. അവിടെ എനിക്ക് ബാറ്ററി വീക്കായോ. അപ്പൊ എന്താ പറഞ്ഞു വെച്ചാൽ അമ്പലം ഭയങ്കര തിരക്കാ. ഒരു ദിവസം വേണം അതിനായിട്ട് മാറ്റിവെക്കാൻ. പിന്നെ നിങ്ങൾക്ക് അറിഞ്ഞു, ഇപ്പൊ കണ്ടില്ലേ, ഇന്നാണ് നിങ്ങൾ വൃന്ദാവനം കുറച്ച് കണ്ടത്. കാരണം തിരക്കും ഓട്ടോറിക്ഷയും ആൾക്കാരും. ഇവിടെ ഏത് കോടീശ്വരൻ വന്നാലും ഇതുപോലെ പെട്ടിയും ബ്രാണ്ടൊക്കെ എടുത്ത് ഓട്ടോന്റെ മുകളിൽ കയറ്റി വെച്ച് പോണ്ടി വരും. ഇവിടെ വേറെ ഒരു നിവൃത്തിയില്ല. ഓട്ടോറിക്ഷയുടെ ശബ്ദം, ബഹളം, പൊടി, മണ്ണ് ഇതൊക്കെ അനുഭവിച്ചാലേ വൃന്ദാവനമാകുന്നുള്ളൂ. ഇവിടെ രാധാറാണിക്ക് എങ്ങനെയൊക്കെ ആയാലും ആൾക്കാർ പിന്നെയും ഓടി വരും ഇവിടെ അല്ലേ. പിന്നെ വേറെ ഒന്ന്, വൃന്ദാവനത്തിൽ വന്നാൽ 90% ആൾക്കാർക്ക് അസുഖങ്ങൾ വരും. ഞാനത് പണ്ട് പറയാറില്ലേ, എനിക്ക് ഭയങ്കര പേടിയാണ് ആൾക്കാരെ കൊണ്ടുവരുമ്പോ. അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണമൊക്കെ വേറെ ഉണ്ടാക്കിച്ചേ. ഇനിയിപ്പോ എനിക്ക് തോന്നണേ എന്താ ഓയിലാ മാതാജി നമ്മൾ പറയാറുള്ള ഓയില്? മസ്റ്റാർഡ് ഓയില്. ഈ മസ്റ്റാർഡ് ഓയില് ചിലർക്ക് വയറിന് അസുഖം ഉണ്ടാക്കും. അപ്പൊ ഇവിടെ നമ്മുടെ പ്രസാദത്തില് ചില ഐറ്റംസിൽ മസ്റ്റാർഡ് ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നിങ്ങൾ ഇനി കഴിക്കേണ്ടി വന്നാൽ ചോറും പരിപ്പും പിന്നെ ചപ്പാത്തി അങ്ങനെയുള്ളത് കഴിച്ചാൽ മതി. മറ്റുള്ള കറികൾ കഴിക്കാതിരുന്നാൽ മതി. ഇപ്പൊ എനിക്കൊരു പാഠം ഉറപ്പായത്. കാരണം ഇവിടെ നമ്മൾ തന്നെ കുക്ക് ചെയ്യണതല്ലേ, വേറെ ഒരു കുഴപ്പമില്ല. അപ്പൊ ചിലർക്ക് ഗ്യാസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അതാണ്. അപ്പൊ ഇനി നമുക്കത് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പൊ ഇനി നമ്മള് അവിടുന്ന് കഴിക്കുന്നുണ്ടാവില്ല, നാളെ കഴിക്കുന്നുണ്ടാവില്ല. അപ്പൊ ഇനി ഓക്കെ. പിന്നെ അപ്പൊ ബാങ്കെ ബിഹാരി ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ്. റവന് കേൾക്കണ്ടോ? ഇപ്പൊ ഇവിടെ എന്താ ചെയ്യാൻ പോണെന്ന് പറയും, നമ്മൾ താമസിക്കുന്ന ബിൽഡിങ്ങില്ലേ, ഏത് പ്രസാദം കഴിക്കാൻ വരണ അതൊക്കെ തട്ടി പൊട്ടിക്കാൻ പോവാ. അവിടുന്ന് വലിയ റോഡ് വൃന്ദാവനം മുഴുവൻ ഭയങ്കര വലുതാക്കാൻ പോവാ. അതൊക്കെ പൊട്ടിച്ച് VIP റോഡ് എന്ന് പറഞ്ഞിട്ട് ബാങ്കെ ബിഹാരി അമ്പലത്തിലേക്ക് ഒരു വലിയ റോഡ് വരാൻ പോവാ. കാരണം അവിടെയാണ് ഏറ്റവും, അവിടെ ആൾക്കാരെന്തോ മരിച്ചിട്ടൊക്കെ ഉണ്ട് ഇടിയില്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് കൊണ്ടുപോവാൻ ഭയങ്കര പേടിയുള്ള സ്ഥലമാണ്. ഇന്ന് എന്തോ ഭഗവാൻ മനസ്സിൽ ഭയങ്കര ഉറപ്പ്. ഈ 2 ദിവസമായിട്ട് ഇന്ന് പോവാനാ തോന്നണേ. ഇന്ന് പോയപ്പോ ഇതൊന്നും ഒരു തിരക്കല്ല. ഇന്ന് നിങ്ങൾ ഈസി ആയിട്ട് തൊഴുതാൻ വന്നേ. അല്ലെങ്കിൽ ഒരു 2 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഇടി തുടങ്ങും. ഇടിച്ച് ഇങ്ങോട്ട് വരുമ്പോ അങ്ങോട്ടും പോവും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കും, ശ്വാസം കിട്ടും. അങ്ങനെയാണ്. അപ്പൊ അവരിതൊക്കെ ശരിയാക്കാൻ പോവാണ്. ബാങ്കെ ബിഹാരിയുടെ റോഡൊക്കെ ശരിയാക്കാൻ പോവാണ്. ബാങ്കെ ബിഹാരി എന്ന് പറഞ്ഞ വൃന്ദാവനത്തിലെ വളരെ പ്രധാനപ്പെട്ട അമ്പലമാണ്. അപ്പൊ അവിടെ പോയി. പിന്നെ നമ്മൾ പോവാൻ ഉദ്ദേശിച്ചത് ബാങ്കെ ബിഹാരി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ അഷ്ടസഖി ക്ഷേത്രം ഉണ്ട്, തൊട്ടടുത്താണ്. പിന്നെ അദ്വൈത വട്ട് കേട്ടിട്ടുണ്ടോ? ഇന്നലെ ഞാൻ പറഞ്ഞു. ഏതാ അദ്വൈത വട്ട്? അദ്വൈതാചാര്യർ ഒരു മരത്തിന്റെ അടിയിൽ ഇരുന്ന് തപസ് ചെയ്തപ്പോ മദൻ മോഹൻജി അമ്പലം പടിപടി കയറി പോയില്ലേ, അവിടെ എന്താ സനാതന ഗോസ ഒരു വിഗ്രഹം കിട്ടി അദ്വൈത വട്ടില്. അതായത് വജ്രനാഭ മഹാരാജാവ് ആരാ? ഭഗവാന്റെ കൊച്ചുമോൻ. ചോദിച്ചില്ലേ എന്റെ മുത്തച്ഛൻ കണ്ട എങ്ങനെയിരിക്കാന്ന്? അവസാനം ഉത്തരം മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു ഉത്തരം പറയാൻ. അങ്ങനെ പറഞ്ഞു കൊടുത്ത പ്രകാരം പല വിഗ്രഹങ്ങൾ ഉണ്ടാക്കി. അതിലൊരു വിഗ്രഹം കണ്ടപ്പോ ഭഗവാന്റെ പാദങ്ങൾ പോലെ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, ആ വിഗ്രഹം ആണ് മദൻ മോഹൻജി. അപ്പൊ നമ്മൾ പടി കയറിപ്പോയില്ലേ, അവിടെ ആ വിഗ്രഹം കാലം കഴിഞ്ഞപ്പോ മണ്ണിന്റെ അടിയിൽ പോയിരുന്നു. അദ്വൈതാചാര്യര് ഇരുന്ന് തപസ് ചെയ്യണ സമയത്താണ് ആ മരത്തിന്റെ താഴെ നിന്ന് ആ വിഗ്രഹം കിട്ടിയത്. അത് അദ്വൈത വട്ടാണ്. അതിനുശേഷം അവിടുത്തെ ഒരു ആചാര്യൻ അതേപോലെ അമ്പലം പണിതു. അപ്പൊ അദ്വൈത വട്ടും അവിടുത്തെ മദൻ മോഹൻജിയും പിന്നെ നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ ബിർള ക്ഷേത്രം പിന്നെ മധുരയാണ്. കൊത്തിവെച്ച ഒരു വലിയ ആ തൂണിൽ മുഴുവൻ ഭഗവത്ഗീത കൊത്തി വെച്ചിരിക്കണു. അപ്പൊ എനിക്കൊരു അനുഭവം ഉണ്ടായി ഇവിടെ വന്നപ്പോ. ഞാൻ വിചാരിച്ചു ഇതേതോ പുതിയ അമ്പലല്ലേ, അങ്ങനെ പുരാതനമായ അമ്പലങ്ങളിലേക്കൊക്കെ നമ്മൾ ആദ്യം കവർ ചെയ്യണ്ടേ. അങ്ങനെ ഞാനൊരിക്കൽ ക്രോസ് ചെയ്ത് പോയപ്പോ എനിക്ക് നല്ല പണി കിട്ടി.
അപ്പൊ ഞാൻ മനസ്സിലാക്കി ഞാൻ ഭഗവത്ഗീത പഠിപ്പിക്കുന്ന ആളാണ്. അപ്പൊ ഇവിടെ ഭഗവത്ഗീത ഉണ്ടല്ലോ, അതിനുള്ള പ്രാധാന്യം ഞാൻ കൊടുക്കണമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതിനുശേഷം ആര് വന്നാലും ഞാനിവിടെ കേട്ടി. ഇതൊരു പുതിയ അമ്പലാണ്, ബിർളക്കാര് പണിത അമ്പലാണ്. പിന്നെ ഇവിടെ ആൾക്കാര് വന്നിരിക്കും, കാറ്റ് കൊള്ളാനൊക്കെ വന്നിരിക്കും, അങ്ങനെയാണ്. പക്ഷെ നമ്മൾ അവിടെ പോയിട്ട് ഭഗവത്ഗീത മഹാത്മ്യം ചൊല്ലും. അതിന് എനിക്ക് നല്ല പണിയാ കിട്ടിയതേ. എനിക്ക് ശരിക്കും മനസ്സിലായി ഇവിടെ വരണം എന്ന് ഭഗവാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന്. അപ്പൊ ഞാൻ ഇവിടെ നമ്മളിവിടെ വന്നു. ഇനി മധുരയില് നമ്മൾ കയറി ചെല്ലുമ്പോ നമ്മുടെ മൊബൈല്, സ്മാർട്ട് വാച്ച്, വലിയ ബാഗുകള്, ഒത്തിരി വലിയ ബാഗ് ആരും എടുത്തിട്ടില്ലല്ലോ, ബാഗല്ല, അതൊക്കെ നമ്മളവിടെ സൂക്ഷിക്കാൻ കൊടുക്കണം. എന്നിട്ട് നമ്മൾ അകത്ത് പോവാം. കഴിഞ്ഞാൽ അവര് ബോഡി ചെക്കപ്പ് ഒക്കെ ചെയ്യും. അതിന് നമ്മൾ ചിലര് സമ്മതിക്കില്ല, നിങ്ങളെന്താ അങ്ങനെ എന്നൊക്കെ ചോദിക്കും. അപ്പൊ അതൊന്നും അങ്ങനെ വലിയ പ്രശ്നം. കാരണം എന്താ വെച്ചാ അവിടെ ചെല്ലുമ്പോ മനസ്സിലാവും ക്ഷേത്രത്തിന്റെ കാരാഗൃഹത്തിന്റെ അതേ മുസ്ലിം പള്ളി പണിതിട്ടുണ്ട്. മുസ്ലിം പള്ളി ഇപ്പൊ നമ്മുടെ മോദിജി പറഞ്ഞ് അത് സമാധാനപരമായിട്ട് പൊളിച്ചു മാറ്റാനുള്ളതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. മോദി പരിഷ്കാരം ചെയ്യാൻ പോണത്. അപ്പൊ അങ്ങനെ നമുക്ക് കാണും, ജനിച്ച കാരാഗ്രഹത്തിന്റെ അതേ ചുമരിനോട് ചേർന്ന ഒരു പള്ളി കെട്ടിയിട്ടുണ്ട് അവിടെ. അതൊക്കെ മോദിക്കാരനല്ലേ അല്ലെ ഇതൊക്കെ ചെയ്തു തരണത്. അതൊക്കെ എപ്പോഴും അവിടെ രഹസ്യം പോലീസുകാരുണ്ടാവും. സ്ഥലമാണ് അവിടെ. ഒരു ദിവസം ഞാൻ താമസിക്കുമ്പോ അവിടെ തൊട്ടടുത്ത ഞാൻ താമസിക്കാറുള്ളത്, അവിടെ ടെമ്പിളിന്റെ ഗസ്റ്റ് ഹൗസില്. അവിടെ രാത്രി ഞാൻ വെടിവെച്ചിട്ടു. എനിക്ക് തോന്നിയത് വെടിവെച്ചാണ്. രാവിലെ എണീറ്റപ്പോ ഞാൻ അവരോടൊക്കെ ചോദിച്ചപ്പോ പറഞ്ഞു ഒരു ശബ്ദം കേട്ടില്ലാന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി അത് അറിയില്ല. സ്ഥലത്തുകൊണ്ട് അവിടെ ഭയങ്കര ചെക്ക് ചെയ്യും. നമുക്ക് പറയാനുള്ള മധുരമാണ്. അവിടെ കയറി ലെഫ്റ്റ് സൈഡില് ഒരു എക്സിബിഷൻ അല്ല, ഒരു ഗുഹയുണ്ട്, ഗുഹ. ആ ഗുഹയുടെ ഉള്ളിലെ കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ അനുഭവം. അവിടെ കൃഷ്ണന്റെ ലീലകളൊക്കെ അതിന്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങും. ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ പോവാ കേശവജി. അവിടെ എങ്ങനെയാന്ന് വെച്ചാല് ഭഗവാൻ ദേവകിയുടെ മക്കളെ, എല്ലാ മക്കളെയും ഭഗവാൻ ദേവകിയുടെ എല്ലാ മക്കളെയും എന്താ ചെയ്തത്? എത്രാമത്തെ മകനാ കൃഷ്ണൻ? 7 മക്കളുണ്ടായിരുന്നു. എന്താ ചെയ്തേ? മുടിയിൽ പിടിച്ചിട്ട് തലക്കടിച്ച് കൊന്നു അല്ലേ? അപ്പൊ അതിന്റെ ഓർമ്മയ്ക്കായിട്ട് അവിടെ കേശവജി, അവിടെ കേശവജി. പഴയ അമ്പലമുണ്ട്, പുതിയ അമ്പലമുണ്ട്. പഴയ അമ്പലം പുറത്ത് കുറച്ച് പോയിട്ടാണ്, അവിടെ നമ്മൾ പോകണ്ടാവില്ല. ഇറങ്ങുമ്പോ ചിലപ്പോ പറ്റിയെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പൊ അവിടെ കേശവജി ആദ്യം നമ്മൾ തൊഴും. അത് കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങിയിട്ട് ഒരു കാരാഗ്രഹത്തിലേക്ക് പോകും. ആ കാരാഗ്രഹത്തിൽ പോകുന്നതിന് മുൻപ് മോളിലേക്ക് ഒരു വഴിയുണ്ട്. ആ മോളിൽ കയറി നിന്നാൽ നമുക്ക് അമ്പലം മുഴുവൻ കാണാം. അപ്പൊ ആദ്യം നമ്മൾ എവിടെ പോവുക? ഒരു ചെറിയ ഗുഹയിൽ കയറി, ടിക്കറ്റ് എടുത്ത് ഗുഹയിൽ കയറി അങ്ങനെ കാണും. അത് കഴിഞ്ഞ് നമ്മള് നേരെ കേശവജി പോയി തൊഴും. കേശവജി കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാ അവിടെ എന്താണ് ഇതുണ്ട്, എന്താണ് ഗോവർദ്ധന പർവ്വതം അവിടെ വെച്ചിട്ടുണ്ട്, ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ തൊഴും. അതിനുശേഷമാണ് കാരാഗ്രഹത്തിലേക്ക് പോവാം. കാരാഗ്രഹത്തിൽ പോകുന്നതിന് മുൻപ് മോളിലേക്ക് കയറിയിട്ട് ടെറസിന്റെ മുകളിലേക്ക് കയറി അവിടെ നോക്കിയാൽ എല്ലാം കാണുന്ന ഒരു സ്ഥലമുണ്ട്. അതും കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി കാരാഗ്രഹത്തിൽ പോകും. കാരാഗ്രഹത്തിലേക്ക് അതിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ പോയി കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് 24 മണിക്കൂറും രാത്രിയും പകലും ഒക്കെ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ മഹാമന്ത്രം മുഴങ്ങുന്ന സ്ഥലമുണ്ട്. ഞാൻ നിങ്ങളെ പ്രധാനമായിട്ടും ഈ യാത്രയിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇന്നത്തെ മധുരയിലാണ് നടക്കാൻ പോകുന്നത്. കാരണം മധുര ഭഗവാന്റെ ജന്മസ്ഥാനാണ്. ആ ജന്മസ്ഥാനത്ത് ചെന്ന് നമ്മൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. അവിടെ എന്താ
ചൈതന്യ മഹാപ്രഭുവാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് നമുക്ക് ഉറപ്പുവരുത്തുന്ന എല്ലാ കാര്യവും അവിടെ ഉണ്ട്. ഇത് പലരും ശ്രദ്ധിച്ചിട്ടില്ല. ഈവൻ ഇസ്കോണിൽ തന്നെ എനിക്ക് തോന്നുന്നു പലരും അങ്ങനെ പറയണ കേട്ടിട്ടില്ല. ഞാൻ അവിടെ 2-3 ദിവസം ഇങ്ങനെ ഇരിക്കാനിടയായി. അപ്പോഴാണ് ഞാൻ ഇതൊക്കെ ശ്രദ്ധിച്ചത്. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ 24 മണിക്കൂറും അവിടെ ഹരേ കൃഷ്ണ മഹാമന്ത്രം. അവിടെ ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു ചെറിയ വിഗ്രഹമുണ്ട്. ഈ അമ്പലം മുഴുവൻ അടച്ചു കഴിഞ്ഞാലും രാത്രി 12 മണിക്ക് 1 മണിക്ക് 2 രാത്രി ഫുൾ 24 മണിക്കൂറും ഈ അമ്പലം മുഴുവൻ അടഞ്ഞു കഴിഞ്ഞാലും അവിടെ മാത്രം വെളിച്ചുണ്ടാവും. ചൈതന്യ മഹാപ്രഭുവിന്റെ അവിടെ എപ്പോഴും ഹരേ കൃഷ്ണ മഹാമന്ത്രം മുഴങ്ങും. ഇനി അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് രാധാകൃഷ്ണന്മാരുടെ അമ്പലമുണ്ട്, അവിടെ വിഗ്രഹമുണ്ട്. ആ കൃഷ്ണനെ രാധാറാണിയെ നോക്കിയുണ്ടല്ലോ നമുക്ക് പിന്നെ എവിടെയും എവിടെ പോയാലും ഇവര് തന്നെ ആയിരിക്കും നമ്മുടെ മനസ്സിൽ. ഭയങ്കര കാരുണ്യാണ് അവിടുത്തെ കൃഷ്ണനും രാധാറാണിക്കും. മനസ്സിൽ തങ്ങുന്ന ഇതാണ് അവിടെ. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ അമ്പലത്തിലേക്ക് കയറുമ്പോ 2 വാതിലും തുറന്നിട്ടിട്ടുണ്ടാവും. കേറുമ്പോ ലെഫ്റ്റ് സൈഡിൽ കാണാം ജഗന്നാഥൻ, ബലദേവൻ, സുഭദ്ര മാത. ജഗന്നാഥപുരി കേട്ടിട്ടുണ്ടോ? പുരി ജഗന്നാഥന്റെ രഥയാത്ര കേട്ടിട്ടുണ്ടോ? അതിന് പോകാൻ ഭാഗ്യമുള്ളവര് ഭയങ്കര ഭാഗ്യമുള്ളവരാ. കാരണം ഭയങ്കര തിരക്കായിരിക്കും. ഒരു സൂചി കുത്താനുള്ള സ്ഥലം ഉണ്ടാവില്ല. പക്ഷെ ഞാൻ കഴിഞ്ഞ 3 കൊല്ലമായിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ എനിക്ക് അതിന്റെ നാക്കുകളൊക്കെ അറിയാം, എങ്ങനെ പോണെന്ന്. പലരും എന്നോട് ചോദിക്കുന്നുണ്ട് ഒന്ന് പോകാൻ പറ്റുന്നുണ്ട് ഇത്തവണ. ആർക്കെങ്കിലും വരണമെങ്കിൽ വരാം. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാ രഥം പോകുന്ന ആ റോഡുണ്ട്, അവിടെ ആ രഥയാത്രയുടെ 3 ദിവസത്തെ പാക്കേജ് അവിടെ ഹോട്ടലിൽ കൊടുക്കുള്ളൂ. ഒന്നും കൊള്ളാത്ത ഒരു ലോഡ്ജ്, വാഷ്റൂമൊക്കെ നോക്കാൻ പറ്റില്ല. അതുപോലത്തെ 3 ദിവസത്തിന് 21,000 രൂപയാ. ഭയങ്കര ചാർജാണ് അവിടെ എങ്ങനെയാ ആൾക്കാർ വന്ന് താമസിക്കാന്നറിയില്ല. ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഞാനിങ്ങനെ വലിയ പൈസ കൊടുത്തിട്ടോ റൂം എടുത്തത്. അത് പറയാൻ പറ്റില്ല, അത്രയും വലിയ എമൗണ്ട് കൊടുത്തു. പിന്നത്തെ പ്രാവശ്യം ഞാൻ ഒരു സൂത്രം കണ്ടുപിടിച്ചു. വേറെ സ്ഥലത്ത് റൂം എടുത്തിട്ട് അന്നത്തെ ഒരു ദിവസം മാത്രം എനിക്ക് ഒരാളൊക്കെ ആയതുകൊണ്ട് ഇരിക്കാൻ സ്ഥലം കിട്ടി. ഞാനൊരു ഹോട്ടലിന്റെ മുകളില് ഒരു ദിവസത്തിന് 6,000 രൂപ കൊടുത്തിട്ട് അവിടെ ഇരുന്നു. എന്നാൽ 6,000 രൂപയല്ലേ ആവുള്ളൂ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അങ്ങനെ ജഗന്നാഥപുരി ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പക്ഷെ നമ്മൾ പോകുന്നുണ്ട്. സാമ്പത്തികമായിട്ട് പോവാൻ പറ്റുന്നവരെ ഈ അവസരം കളയണ്ട. എല്ലാ വർഷവും പോകാൻ പറ്റിയെന്ന് വരില്ല. ജൂൺ ലാസ്റ്റാണ് നമ്മൾ പോണത്. ഓക്കെ. അപ്പൊ ജഗന്നാഥനെ കാണാൻ ലെഫ്റ്റ് സൈഡില് അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ മുകളില് ഒരു സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഇന്ന് നോക്കിയിട്ട് എനിക്ക് പറഞ്ഞു തരണം വൈകുന്നേരം. ജഗന്നാഥന്റെ അവിടെ പോയിട്ട് മുകളില് നേരെ ജഗന്നാഥനാണെങ്കിൽ ഇടതുവശത്ത് മുകളിൽ നോക്കണം. അവിടെ എന്താ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു തരണം. പിന്നെ ഇപ്പൊ ഈ വാതില് തുറന്ന് അകത്തേക്ക് കിടക്കുമ്പോ ഈ 2 വാതിലും തുറന്ന് കിടക്കില്ലേ, ലെഫ്റ്റ് സൈഡിലെ വാതിലിന്റെ പിന്നിൽ പോയി നോക്കിയാൽ അവിടെ എഴുതിയിരിക്കുന്നത് ശിക്ഷാഷ്ടകാണ്. ശിക്ഷാഷ്ടത്തിലെ പ്രധാനപ്പെട്ട വരികളാണ്. ഏതാ? ത്രിനാഥപി സുനീചേന. ആർക്കറിയാം? കീർത്തനീയ സദാഹരി. ത്രിനാഥപി സുനീചേന. ഒരു പുല്ലിനെക്കാട്ടിലും സഹനശക്തിയും, പിന്നെന്താ? തരോരിവ സഹിഷ്ണു. തരു എന്ന് പറഞ്ഞ മരത്തിനെക്കാട്ടിലും സഹിഷ്ണുതയുമുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവര് സദാ കീർത്തനീയ സദാഹരി. അവർക്ക് ഭഗവാനെ കീർത്തനം ചെയ്യാൻ തന്നെ പറ്റുള്ളൂ എന്ന്. അത് ചൈതന്യ മഹാപ്രഭു ഭഗവത്ഗീത തന്നില്ലേ? എത്ര ശ്ലോകങ്ങളുണ്ട് ഭഗവത്ഗീതയില്? 700. ഉറപ്പാ? 700 ശ്ലോകങ്ങളുള്ള ഭഗവത്ഗീത ഭഗവാൻ തന്നപ്പോ ചൈതന്യ മഹാപ്രഭു വന്നപ്പോ 8 ശ്ലോകങ്ങളാണ് തന്നത്. ശിക്ഷാഷ്ടകം. അതില് പ്രധാനപ്പെട്ട ത്രിനാഥപി സുനീചേന എന്നുള്ളതാണ് അവിടെ കൊത്തിവെച്ചിരിക്കുന്നത് ഇടതുവശത്ത്. എവിടെയാ? ഭഗവാന്റെ ജന്മഭൂമിയില്. ഇനി ഇത് ഈ വാതില്, ഈ റൈറ്റ് സൈഡിലെ വാതില് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ എന്താ എഴുതി വെച്ചേക്കണേ? ഒന്നും എഴുതി വെച്ചതല്ല, അവിടെ ഒരു രൂപമാണ് കാണാം.
ഒരു ചിത്രം കൊത്തി വെച്ചിട്ടുണ്ട്. എന്താ? ചൈതന്യ മഹാപ്രഭുവിന്റെ ഷഡ്ഭുജ ദർശനം. അതായത് ഞാൻ തന്നെയാണ് ശ്രീരാമൻ, ഞാൻ തന്നെയാണ് ശ്രീകൃഷ്ണൻ. പിന്നെ അങ്ങനെ 6 വശം ഗൗരംഗ മഹാപ്രഭുവിന്റെ 2 കൈയ്യ്, പിന്നിൽ കൃഷ്ണന്റെ 2 കൈയ്യ്, പിന്നിൽ ശ്രീരാമന്റെ 2 കൈയ്യ്, അങ്ങനെ 6 കൈകളോട് കൂടിയിട്ട് ചൈതന്യ മഹാപ്രഭുവിനെ അവിടെ കാണാൻ പറ്റും. എവിടെയത്? ഭഗവാന്റെ ജന്മഭൂമി. ഇനി ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ചൈതന്യ മഹാപ്രഭുവിന്റെ തന്നെ വിഗ്രഹമുണ്ട്. കൂടെ ആരാന്നറിയോ? ആരാ? ഗരുഡൻ. അപ്പൊ ഗരുഡന്റെ കൂടെ ആരുണ്ടാവുക? അതെവിടെയാ നിങ്ങൾ കാണണേ? ശ്രീകൃഷ്ണ ജന്മഭൂമിയില്. എന്തെങ്കിലും സംശയമുണ്ടോ? ശ്രീകൃഷ്ണ ജന്മഭൂമിയിൽ സാക്ഷ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ കുറച്ചും കൂടി റൈറ്റിലേക്ക് പോയാൽ അവിടെ കാണാം ചൈതന്യ മഹാപ്രഭു കാട്ടിലൂടെ വരുമ്പോ അവിടെ എല്ലാ മൃഗങ്ങളെയും വന്യമൃഗങ്ങളെ കൊണ്ടൊക്കെ ഹരേ കൃഷ്ണ ചൊല്ലിച്ചു. അത് കൊത്തി വെച്ചിക്കണോ? എവിടെ? ശ്രീകൃഷ്ണ ജന്മഭൂമിയില്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരം തന്നെയാണ് ചൈതന്യ മഹാപ്രഭു അവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. മനസ്സിലായോ? പിന്നെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൃഷ്ണനെ രാധയും തൊഴുത് രാധാറാണിയും തൊഴുത് പ്രദക്ഷിണം വെച്ച് ഇപ്പുറത്തേക്ക് വരുമ്പോ ശ്രീരാമൻ, ലക്ഷ്മണൻ, സീതാദേവി, ഓപ്പോസിറ്റ് ഹനുമാൻ, പിന്നെ ശിവൻ, ദുർഗ ദേവി, ഇത്രയും പേര് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് മധുരയിലെ ദർശനം. കാരണം കുറെ പേരുള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റിപ്പോയാൽ നിങ്ങൾക്ക് ഇടയിൽ കൺഫ്യൂഷൻ വേണ്ട. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കവർ ചെയ്യണം കേട്ടോ. പിന്നെ അമ്പലത്തിൽ കയറി ചെന്ന് അവിടെ തന്നെ ഇരിക്കുക, പുറത്തേക്ക് ഇറങ്ങണ്ട. മുമ്പിൽ ചെന്നിരിക്കരുത്, അപ്പൊ അവര് നീക്കി നിർത്തും. കുറച്ച് തൊഴുത് കഴിഞ്ഞ് കുറച്ച് പിന്നിലേക്കായിട്ട് നിർത്തി ആരും ചീത്ത പറയില്ല. അതേ ഹാളില്. എന്നിട്ട് നമുക്ക് അവിടെ എല്ലാവർക്കും ഒരുമിച്ച് കൂടണം. ഞാൻ ഈ ചിത്രങ്ങളെല്ലാം കാണിച്ചു തരാം നിങ്ങൾക്ക്. അങ്ങനെ അവിടുത്തെ രാധാകൃഷ്ണന്മാരുടെ കാരുണ്യം തേടണം. ഭയങ്കര കാരുണ്യമാണ് അവിടുത്തെ രാധാകൃഷ്ണന്മാർക്ക് കേട്ടോ. പിന്നെന്താ ഇപ്പൊ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇനി നാളത്തെ ഇന്ന് ചെന്ന് നിങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെക്കുക. നമ്മൾ പോകുന്നത് സപ്തമഹാക്ഷേത്രങ്ങളുണ്ട് വൃന്ദാവനത്തില്. നമ്മൾ ഒന്ന് തൊഴുതു ദാമോദർജി, മദൻ മോഹൻ. പടി കയറിപ്പോയില്ലേ ഭഗവാന്റെ പാദം, മദൻ മോഹൻജി. ഇനിയുള്ളത് ഗോപിനാഥ് ജി, ഗോപിനാഥ് ഉദരഭാഗം, ഗോവിന്ദദേവ് മുഖം. അത് കഴിഞ്ഞ് ഒക്കെ ഉണ്ട്. അത് തൊഴുത് പിന്നെ നിധിവനം ഭഗവാന്റെ രാസലീല നടക്കുന്ന സ്ഥലമാണ്. രാത്രി സമയത്ത് 7 മണി കഴിഞ്ഞാൽ അവിടെ കുരങ്ങന്മാര് പോലും നിൽക്കില്ല. അവിടെ നിറയെ ചെടികൾ മരങ്ങൾ കാണാം. ആ മരങ്ങളൊക്കെ ഇങ്ങനെ നിലത്ത് കൂടെ പടർന്നു വന്നിട്ട് ഇങ്ങനെ ഇലകൾ കാണാം. അവരൊക്കെ ഗോപികമാരാണ്. രാത്രിയാകുമ്പോ അവരൊക്കെ എഴുന്നേറ്റ് നിന്ന് ഗോപികമാരായിട്ട് ഭഗവാനുമായി രാസലീല നടത്തും. ഇതിനൊരു തെളിവുണ്ട്. എന്താന്ന് വെച്ചാലേ അവിടെ അങ്ങനെ അകത്തേക്ക് പോവാൻ പാടില്ല എന്നാ പറയാ. ഒരാൾ അവിടെ ചെന്ന് ഒളിച്ചിരുന്നു. അത് ഒളിച്ചിരുന്നിട്ട് അയാൾക്ക് പിന്നെ രാവിലെ എഴുന്നേറ്റപ്പോ അയാൾക്ക് കണ്ണ് കാണാണ്ടായി. അതൊക്കെ നമ്മൾ വിചാരിക്കും വെറുതെ പറയണതാണ്. അയാള് പക്ഷേ ഒരു കത്തെഴുതി. അയാളെ പലരും ഈ സംഭവം എല്ലാവരും അറിയുമ്പോ ഭയങ്കര സെൻസിറ്റീവ് ആയില്ലേ. അപ്പൊ തന്നെ ചോദിച്ചു എന്തുണ്ടായേ? എനിക്കൊന്നും പറയാനില്ല. അല്ല ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് കണ്ണിന്റെ കാഴ്ച വരുത്താം എന്നൊക്കെ പറഞ്ഞു. അയാള് പറഞ്ഞു ഇനി എനിക്ക് ഒന്നും കാണണ്ടാന്ന്. കാണാനുള്ളതിന്റെ ഏറ്റവും വലിയ കാര്യം ഞാൻ കണ്ടു കഴിഞ്ഞു. ഇനി എനിക്ക് ഭൗതികമായിട്ടുള്ളതൊന്നും കാണണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറെ കഴിഞ്ഞപ്പോ അവര് മരിച്ചു. പക്ഷേ അവര് മരിച്ചു എന്നല്ല, എന്താ പറയാ, ഗോലോക വൃന്ദാവനം പോയിട്ടുണ്ടാകും. അപ്പൊ അവര് എഴുതിയൊരു കത്ത് ഇന്ന് ഉത്തർപ്രദേശ് ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്, സൂക്ഷിച്ചിട്ടുണ്ട്. അത് നിധിവനത്തിനെ കുറിച്ചിട്ട്. അങ്ങനെ അതേപോലെ തന്നെ അവിടെ രാത്രിയാകുമ്പോ വെറ്റില, അടയ്ക്ക, പിന്നെ ആടെ ആഭരണങ്ങള്, പൂമാലയൊക്കെ വെച്ചിട്ട് അവിടെയൊക്കെ അലങ്കരിച്ച് അടച്ചു വെക്കും. ആ റൂം വാതിലടച്ചു മറ്റേ ഇവര് പുറത്തേക്ക് വരും പൂജാരി. പിറ്റേ ദിവസം രാവിലെ ചെല്ലുമ്പോ ആ ചുണ്ണാമ്പും വെറ്റിലയും ഒക്കെ ഉപയോഗിച്ചതായിട്ട് കാണും. പിന്നെ നമ്മൾ ഈ പല്ല് തേക്കുന്ന ഒരു മറ്റേ വേപ്പിന്റെയാണ് അത് വെക്കും അവര്.
രാവിലെ ആവുമ്പോ അത് ചവച്ചത് കാണും. അത് ഇന്നും നടക്കുകയാണ്. അപ്പൊ അത്രയും പ്രധാനപ്പെട്ട സ്ഥലമാണ്. അതേപോലെ തന്നെ നിധിവനത്തിന്റെ തൊട്ടടുത്ത് സേവാകുഞ്ച്. സേവാകുഞ്ച് എന്താന്ന് വെച്ചാ രാധാറാണിക്ക് രാസലീല, രാധാറാണിയും ഗോപികമാരും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഭഗവാൻ സമയം ചെലവഴിച്ചു. അപ്പൊ രാധാറാണിക്ക് ഭയങ്കര ക്ഷീണമായി. അപ്പോ ഭഗവാൻ രാധാറാണിയുടെ പാദസേവനം ചെയ്തു, കാല് ഉഴിഞ്ഞു കൊടുത്തു, കാല് മസാജ് ചെയ്തു കൊടുത്തു. അതാണ് അവിടുത്തെ ഒരു ചിത്രം. നമ്മളെല്ലാവരും ഭഗവാന് സേവനം ചെയ്യാൻ നോക്കുകയാണ് അല്ലെ. എന്നാൽ ഭഗവാൻ സേവനം ചെയ്തു ആർക്ക്? രാധാറാണിക്ക്. അങ്ങനെ ഭഗവാൻ സേവനം ചെയ്ത സ്ഥലമായതുകൊണ്ട് അതിനെ സേവാകുഞ്ച് എന്ന് വിളിക്കും. അവിടെയും രാസലീലയൊക്കെ നടക്കുന്ന സ്ഥലം. 7 മണിയായ ഇതേപോലെ തന്നെ നടയൊക്കെ അടച്ചു വന്നു കഴിഞ്ഞാൽ അവിടെ കുരങ്ങന്മാര് പോലും അവിടെ നിൽക്കില്ല, അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അപ്പോ അതൊക്കെ ഞാൻ തൊട്ടടുത്തതുപോലെ താമസിച്ചിട്ടുണ്ട്, ഒരേ ചുമരായിട്ട്. ഞാൻ രാത്രി താമസിച്ചിട്ടുണ്ട്. എനിക്ക് പക്ഷെ അന്നൊന്നും ഇത്ര അറിയില്ലായിരുന്നു. ഞാൻ രാത്രി പുറത്തേക്ക് ഇറങ്ങിയിട്ട് വേസ്റ്റ് ഇങ്ങനെ കളയാനും ഉള്ളിൽ തന്നെ അങ്ങനെ പുറത്തേക്കൊക്കെ പല പ്രാവശ്യം ഇറങ്ങാറുണ്ട്. പിന്നെ എനിക്ക് അതിന്റെ കാര്യങ്ങൾ മനസ്സിലായത്. അപ്പൊ ഞാനിങ്ങനെ കാണാറുണ്ട് അവിടെ ഒരു അനക്കല്ല, അല്ലെങ്കിൽ എപ്പോഴും കുരങ്ങന്മാരുടെ ശബ്ദവും ബഹളമാണ്. അപ്പൊ അത് സേവാകുഞ്ച്. പിന്നെ രാധാ ദാമോദര ക്ഷേത്രം, അത് ഞാൻ അവിടെ ചെന്നിട്ട് പറയാം. പിന്നെ നമ്മളപ്പോ നിധിവനം, സേവാകുഞ്ച്, ഈ സപ്തമഹാക്ഷേത്രങ്ങള്, പിന്നെ അതിൽ പെടുന്നത് ഗോവിന്ദദേവ്ജി, ഗോപിനാഥ്ജി, ബാക്കിയുള്ളത് ഒക്കെ നമ്മൾ നാളെ കവർ ചെയ്യും. നമ്മുടെ ഒരു പ്ലാൻ അനുസരിച്ച് ഒരുവിധം എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. 2 കാര്യമാണ് നഷ്ടമായത്. ഒന്ന്, ഭഗവാന്റെ ഒരു 84 തൂണുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്, 84 കമ്പ. അവിടെ ഭഗവാൻ കുട്ടിക്കാലത്ത് ഓടിക്കളിച്ച് അവിടെ വെണ്ണയൊക്കെ കഴിച്ച് വിരലൊക്കെ തുടച്ച സ്ഥലമാണെന്ന് പറഞ്ഞു. അത് ഷോപ്പിംഗ്കാരുടെ ആ കഴിവ് കൊണ്ട് അത് നഷ്ടമായി. പിന്നെ വേറെ ഒന്നും കൂടി അതിൻ്റെ അടുത്തുള്ളത് നമ്മുടെ ദാമോദര ലീല നടന്ന സ്ഥലം. ഒരല് കെട്ടിയിട്ടിട്ട് വലിച്ചു കൊണ്ടുപോയപ്പോ 2 മരങ്ങൾ വീണു പോയില്ലേ, അത് രണ്ടും എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു അത് കവർ ചെയ്യണമെന്ന്. അത് നമ്മൾ അന്നത്തെ ദിവസത്തിനാ വെച്ചത്. പക്ഷെ ബ്രഹ്മാണ്ഡഘട്ട് നമ്മൾ കവർ ചെയ്തു. ബ്രഹ്മാണ്ഡഘട്ട് എന്താ? വായ തുറന്ന് ബ്രഹ്മാണ്ഡങ്ങളെ മുഴുവൻ കാണിച്ചു കൊടുത്തത് ബ്രഹ്മാണ്ഡഘട്ട്. രാധാ ദാമോദര ക്ഷേത്രം. അവിടെ ഇരുന്നിട്ട് നമ്മൾ അടുത്ത കഥകളൊക്കെ പറയാം. അപ്പൊ അവിടെ കിടക്കാം. നല്ല നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലില്ലേ, അതിന്റെ നടുവിൽ ആ ഹോള് പോലെ നല്ല അങ്ങനെ, അയ്യോ സോറി അങ്ങനെയല്ല, പക്ഷെ നമുക്ക് കിടക്കുകയൊക്കെ ചെയ്യാം. നല്ല വൃത്തിയുള്ള സ്ഥലമാണ്. അവിടെ പോയി നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് ഉച്ച തിരിഞ്ഞ് വീണ്ടും നിധിവനം അങ്ങനെ അങ്ങനെ ഇങ്ങോട്ട് പോകും. അങ്ങനെ രാത്രിയാവും നമ്മൾ എത്തുക. പ്രസാദം അങ്ങോട്ട് കൊണ്ടുവരും, അവിടെ നിന്നാണ് കഴിക്കുക. രാത്രി പ്രസാദം കഴിച്ചു വന്ന് നമ്മള് ഒന്ന് റെസ്റ്റ്, ചെറിയ ഫ്രഷ് ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വണ്ടിയിൽ കയറും. ബസ്സിലാണ് നമ്മൾ പോകുന്നത്. ഒരു രാത്രി നമ്മൾ നല്ല ടയേർഡാകും നാളെ. അപ്പൊ വന്ന് ബസ്സിൽ അങ്ങോട്ട് കയറി കിടന്നാൽ നമ്മൾ ഇറങ്ങിപ്പോവും. രാവിലെ എണീക്കുമ്പോൾ നമ്മൾ കുരുക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ടാകും. കുരുക്ഷേത്രധാമക്ക് അങ്ങനെ നമുക്ക് കുരുക്ഷേത്രം ഈസിയാണ്. വലിയ വൃന്ദാവനം എങ്ങനെയാണെന്നറിയോ? നിറയെ ആൾക്കാരും പിന്നെ ഓട്ടോറിക്ഷ യാത്ര, കുറച്ച് പ്രശ്നങ്ങളുള്ള സ്ഥലമാണ് അല്ലെ. അങ്ങനെ നമുക്ക് ഓട്ടോ കിട്ടാൻ പ്രയാസ. ഓട്ടോ മാത്രമേ പോവുള്ളൂ, ബസ്സില്ല. ഉള്ളിലൊന്നും ബസ്സില്ല. നമ്മുടെ ബസ്സുകള് കഷ്ടപ്പെട്ടിട്ട് അവർക്ക് 2 പ്രാവശ്യം ഫൈനായി നമുക്ക് വേണ്ടി വന്നിട്ട്. ഞാൻ പറഞ്ഞു ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്ന്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മളാണെങ്കിൽ ഈ ഓട്ടോയിൽ കയറി പോകുന്ന ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ടക്ക് 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 ഭയങ്കര. ഈ ഗോവർദ്ധനത്തിലേക്കൊക്കെ രാധാകുണ്ട്, ഗോവർദ്ധനം, ബർസാന, നന്ദഗാവ്, ഇതൊക്കെ സാധാരണക്കാര് എല്ലാവരും ഓട്ടോറിക്ഷയില പോവാ. ഇവിടുന്ന് നേരെ ഓട്ടോറിക്ഷയിൽ പോകാൻ പറ്റും. പക്ഷെ നമ്മൾ നിങ്ങൾക്ക് ബസ്സാണ് അറേഞ്ച് ചെയ്തത്. കാരണം എനിക്കറിയാം അധികം വയസ്സായവരാ. 2 ഇങ്ങനെ ഓട്ടോറിക്ഷയിൽ പോകുമ്പോഴേക്കും അവിടെ എത്തുമ്പോഴേക്കും പണി കഴിയും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ബസ് തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് നിങ്ങളൊരു ബുദ്ധിമുട്ട് ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇന്നാണ് ഇത്തിരി അറിയുള്ളൂ. നാളെ ഉള്ളില് ഓട്ടോകളും ഉണ്ടാവില്ല. കുറേ സ്ഥലം നടക്കാനില്ല. അടുത്ത അമ്പലങ്ങളാ. അങ്ങനെ ഇത് കവർ ചെയ്ത് പോകുമ്പോ ഇടയില് ഓട്ടോ കിട്ടും. അവര് നിർത്തുമൊന്നുമില്ല. അകലേന്ന് വരുന്നവരെ കൊണ്ടുവരുന്ന ഓട്ടോ ആണ്. അവിടെ നമുക്ക് വേണ്ടി നിർത്തിയ കിട്ടിയ ഭാഗ്യം നോക്കാന്ന് മാത്രം. അപ്പൊ തീരെ വയ്യാത്തവരൊക്കെ ആണെങ്കിൽ ഓട്ടോറിക്ഷ വിളിച്ച് അങ്ങോട്ട് വിടുക 10 രൂപ അങ്ങനെ പോവാം.
അങ്ങനെ ഇതെല്ലാം തന്നെ ഒരു ഏരിയയിലാണ്. കുറെ അകലേക്ക് നടക്കാനില്ല, പക്ഷെ കുറെ എല്ലാം നടന്ന് തന്നെ കവർ ചെയ്യണം. രാത്രി വരെ ഇരുന്ന് നടക്കാം. പക്ഷേ വൃന്ദാവനം എന്താ മോശം, എവിടേക്കാ എത്തിക്കണേ? ഇത് എവിടെയാ സ്ഥലം? വൃന്ദാവനം. വൃന്ദാവനം ഭഗവാൻ, ഗോലോക വൃന്ദാവനത്തിന് ഭഗവാനോടൊപ്പം വന്ന ആളാണ്. ഇത് ശരിക്കുള്ളത് ഡ്യൂപ്ലിക്കേറ്റ് അല്ല, അല്ലെ? ശരിക്കുള്ള ഗോലോക വൃന്ദാവനത്തിന്റെ ഭാഗം തന്നെ. അപ്പൊ ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. ഇതെല്ലാം ഈ ചില പ്രത്യേകതകളാണ്. പിന്നെ ഭക്ഷണത്തിന് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഗ്യാസ് അസിഡിറ്റി ഇങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് തോന്നുന്നത് ആ മസ്റ്റാർഡ് ഓയിൽ ഉപയോഗിച്ച് എന്തെങ്കിലും ഐറ്റം നിങ്ങൾ കഴിക്കുന്നുണ്ടാവും. അപ്പൊ ഇനി പ്രസാദം എന്ന നാളെ നമ്മൾ അവിടുത്തെ ഏത് ഐറ്റത്തിലാണ് മസ്റ്റാർഡ് ഉണ്ടാവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ നാളെ മിക്കവാറും നമ്മളെ വീട്ടിലുണ്ടാക്കി തന്നെ കഴിക്കുക. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എവിടെയാണോ അവിടെ കൊണ്ടുവന്ന് തരും. നേരത്തെ ഇറങ്ങാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങാം. 7 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിറങ്ങിയ ഉച്ചയ്ക്ക് നാളെ ഏകാദശി. നാളെ ഇവിടെ ഏകാദശി. പക്ഷേ വൈഷ്ണവ കലണ്ടർ പ്രകാരം നമുക്ക് 2 ഗുണമുണ്ട്. നമ്മൾ കുരുക്ഷേത്രത്തിൽ നമുക്ക് ഏകാദശി, വൃന്ദാവനത്തിലും ഏകാദശി. അങ്ങനെ പറഞ്ഞു. ഞാൻ അതുകൊണ്ടാണ് എല്ലാ ഗ്രൂപ്പിലും ഇട്ടത്, ഏകാദശി ദിവസം അവിടുന്ന് കുരുക്ഷേത്രത്തിൽ നിന്ന് ഭഗവത്ഗീത സ്റ്റാർട്ട് ചെയ്യണമെന്ന്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷ വർത്താനം ഉള്ളത്, നമ്മുടെ അടുത്ത ബാച്ച് ഭഗവത്ഗീത നിങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് തുടങ്ങാൻ പോണത്. കുരുക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് ഭഗവാൻ അർജുനന് ഭഗവത്ഗീത ഉപദേശിച്ച അതേ സ്ഥലത്ത് നിന്നുകൊണ്ടാണ് നമ്മള് അടുത്ത ഭഗവത്ഗീത ബാച്ച് ആരംഭിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ എല്ലാവരും ആയിരിക്കും ആദ്യത്തെ സ്റ്റുഡൻസ്. നിങ്ങളൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും ബാക്കി നമ്മള് സൂമില് ലൈവും പോകും. അങ്ങനെയാണ്. അവിടെ നിറച്ച് കുട്ടികളുണ്ട്. 1000 പേരുടെ ലിങ്ക് നിറഞ്ഞു എന്നാണ് പറയണത്. അപ്പൊ ഒരുപാട് പേരുണ്ട്, കുട്ടികളല്ല ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ വിശേഷം. പിന്നെ മായാപ്പൂർ പോയാല് അത് വേറൊരു ലോകമാണ്. ഇങ്ങനെയുള്ളതില്ല. അതെല്ലാം ഇങ്ങനെ വേറൊരു സെറ്റപ്പാണ്. നിങ്ങൾക്ക് അവിടെ ചെന്നാല് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇത് വൃന്ദാവനാണ്. ഫിസിക്കലി കുറച്ച് റിലാക്സ് ചെയ്യാം, ഫിസിക്കലി. പിന്നെ 6 ദിവസം അവിടെ ഇല്ലേ. അപ്പൊ ഇവിടെ ഇത്തിരി നാളേക്ക് ഇത്തിരി നടന്നാലും നിങ്ങൾക്ക് മായാപ്പൂര് അത്ര ബുദ്ധിമുട്ടുകള് നടന്ന ശരീരം കൊണ്ടുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഇവിടെ വന്നിട്ട് ഏകം ശാസ്ത്രം ദേവകി പുത്രഗീതം പഠിച്ചിട്ടുണ്ടോ? എന്താണ് അവിടെ ചെന്ന് തൊഴണം. പിന്നെ ഇവിടെ നിൽക്കുന്ന ഭഗവാൻ ഒരു ഭൂലോകം മുഴുവൻ തന്റെ കാൽ വിരലിന്റെ അടിയില് ഒതുക്കി നിന്ന സുദർശന ചക്രം നിൽക്കുന്ന ഭഗവാനാണ്. നല്ല ഭംഗിയുണ്ട്. അവിടെ പോയി ദർശനം എടുക്കുക. ശ്രീരാമൻ ലക്ഷ്മണ സീതാദേവി, ഇപ്പുറത്തെ ലക്ഷ്മി നാരായണന്മാര്, പിന്നെ അവിടെ ഭഗവത്ഗീത, അവിടെ എന്താ പറയാ ഹനുമാനുണ്ട്. ഇത്രയും കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് അസംബിൾ ചെയ്യാം കേട്ടോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രാധേ രാധേ. രാധേ രാധേ. രാധേ രാധേ. ആർക്കും മനസ്സിന് വിഷമങ്ങളൊന്നും ഉണ്ടാവരുത്. ചെറിയ വേദന വയ്യായ്മ ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഈ യാത്രയുടെ ഭാഗമാണ് കേട്ടോ. ഓക്കെ, ഹരേ കൃഷ്ണ.